നമസ്കാരം. പാർലമെന്റിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ്. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ ചൊല്ലിയുണ്ടായ അപ്രതീക്ഷിത ചർച്ചകളാണ് സഭയെ ചൂടുപിടിപ്പിച്ചത്. സാധാരണയായി നെഹ്റുവിനെയും അദ്ദേഹത്തിൻ്റെ നയങ്ങളെയും അതിശക്തമായി വിമർശിക്കാറുള്ള ഭരണപക്ഷ നിരയിൽ നിന്ന് പെട്ടെന്നുണ്ടായ പ്രശംസകൾ പ്രതിപക്ഷത്തെ പോലും അമ്പരപ്പിച്ചു. ഇന്ത്യൻ ജനാധിപത്യം ഇത്രമേൽ കരുത്താർജിച്ചത് നെഹ്റുവിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അത് സഭയിൽ മുഴങ്ങി. ഈ സാഹചര്യത്തിലാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായിട്ട് സർക്കാരിനെതിരെ നിലയുറപ്പിച്ചത്. സഭയിലെ നടപടിക്രമങ്ങളെ ചൊല്ലി സ്പീക്കർ ഓം ബിർളയും പ്രതിപക്ഷ പ്രതിനിധികളുമൊക്കെ തന്നെ തമ്മിൽ നടന്ന ചർച്ചകൾ സഭയെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കി മാറ്റി. ഭരണഘടനയും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന ശക്തമായ സന്ദേശമാണ് പ്രതിപക്ഷ നേതാക്കൾ ഈ ചർച്ചയിലൂടെ നൽകിയത്. പ്രിയങ്ക ഗാന്ധി സഭയിൽ നടത്തിയ മറുപടി പ്രസംഗം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഭരണപക്ഷത്തിന് നെഹ്റു പ്രശംസയെ പരിഹാസത്തോടെയും അതോടൊപ്പം തന്നെ ഗൗരവത്തോടും കൂടിയാണ് അവർ നേരിട്ടത്. 12 വർഷത്തോളമായിട്ട് നെഹ്റുവിനെ നിരന്തരം കുറ്റപ്പെടുത്തുന്നവർ ഇപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് വോട്ട് ചെയ്യാനും പ്രകീർത്തിക്കാനും തുടങ്ങിയതിലെ വൈരുദ്ധ്യം അവർ ചിരിയോടെ ചൂണ്ടിക്കാട്ടി. ഇന്നത്തെ എൻ്റെ ചിരിക്ക് കാരണം വർഷങ്ങളായി ഇവർ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ്റെ പേരാണ് എന്ന പ്രിയങ്കയുടെ വാക്കുകൾ സഭയിൽ വലിയ ചർച്ചയായി. രാജ്യത്തിൻ്റെ അടിത്തറ പാകിയ നേതാവിനെ രാഷ്ട്രീയ ലാഭത്തിനായി മാത്രം ഉപയോഗിക്കുന്ന ഭരണകൂട തന്ത്രങ്ങളെ അവർ തുറന്നു കാട്ടി. സത്യം വിളിച്ചു പറയാൻ മടിക്കാത്ത ഒരേ ഒരു ശബ്ദം പ്രതിപക്ഷ നേതാവിൻ്റേതാണെന്നും ആ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും അവർ ഓർമ്മിപ്പിച്ചു. പ്രിയങ്കയുടെ ആ വാക്കുകൾ പ്രതിപക്ഷ നിരയിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയത്. സഭയിലെ സ്പീക്കറുടെ നിലപാടുകൾക്കെതിരെയും പ്രതിപക്ഷം കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു. കോൺഗ്രസ് MP മുഹമ്മദ് ജാവേദ് ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ സ്പീക്കർ ഓം ബിർള പക്ഷപാതപരമായിട്ട് പെരുമാറുന്നുവെന്ന് ആരോപിച്ച് രംഗത്തെത്തുകയുണ്ടായി. പ്രതിപക്ഷ MPമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ലെന്നും ജനകീയ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ മൈക്ക് ഓഫ് ആക്കുന്നത് പോലെയുള്ള നടപടികൾ ഉണ്ടാകുന്നുവെന്നും അവർ പരാതിപ്പെട്ടു. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഒരുമിച്ച് ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് കോൺഗ്രസ് ക്യാമ്പിന് വലിയ ഊർജ്ജം പകർന്നിരിക്കുകയാണ്. ഭരണപക്ഷത്തുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും പ്രതിപക്ഷ വിമർശനങ്ങളെ നേരിട്ടപ്പോൾ പ്രതിപക്ഷ നിര കൂടുതൽ ഐക്യത്തോടെയാണ് പ്രവർത്തിച്ചത്. പാർലമെന്റ് റൂമുകളിൽ നടന്ന ചർച്ചകളിലും സ്പീക്കറുടെ നടപടികൾക്കെതിരെ ശക്തമായ പ്രമേയങ്ങൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചനകൾ നടന്നു. സഭയിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് പ്രതിപക്ഷ ശബ്ദത്തെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന നിലപാടിലായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. രാഷ്ട്രീയ ചരിത്രത്തിലെ വഴിത്തിരിവായിട്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റിലെ സജീവ ഇടപെടലുകളെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. വർഷങ്ങളായി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നിട്ടും പാർലമെന്ററി രംഗത്ത് പ്രതിപക്ഷത്തിൻ്റെ കരുത്തുറ്റ മുഖമായിട്ട് അവർ മാറിയത് ഭരണപക്ഷത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും ഭരണപക്ഷം നിരന്തരം ടാർഗറ്റ് ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയമാണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് തെളിയിക്കാനാണ് ഇരുവരും ശ്രമിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യം കൂടുതൽ ശക്തമാകണമെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾക്കും പ്രശംസകൾക്കും അർഹമായ ഇടം അത് സഭയിൽ ലഭിക്കണമെന്നും അവർ വാദിച്ചു. മുതിർന്ന നേതാക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രിയങ്ക തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ അത് കേവലം ഒരു മറുപടി പ്രസംഗം എന്നതിലുപരിയായി വരാനിരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ മുന്നറിയിപ്പായി തന്നെ മാറിയിരിക്കുകയാണ്. ആ രംഗങ്ങളൊന്ന് കണ്ടുവരാം. धन्यवाद, आपने मुझे बोलने का मौका दिया. आपकी तारीफ कर रहे थे. हाँ, ठीक है. तारीफ करते करते ये भी कह दिया कि मैं इनकी बातों पर हंस रही थी. तो मैं कहना चाहती थी, स्पष्ट करना चाहती थी कि मैं क्यों हंस रही थी. सर, आज मुझे हंसी इसलिए आई क्योंकि जिनकी आलोचना ये दिन रात करते हैं नेहरू जी की, आज उन्होंने नेहरू जी का कोट अपने पक्ष में कोट दे दिया. आज नेहरू जी का अचानक आदर करने लग गए. अचानक ये कह दिया कि सबसे बड़े लोकतंत्र को सबसे मजबूत करने वाले नेहरू जी ही हैं जिन्होंने ऐसा भाषण दिया था सदन में. सर, आज हंसी मुझे इसलिए आई क्योंकि एक ही व्यक्ति है इस देश में जो इन 12 सालों में इनके सामने झुका नहीं है. वो नेता प्रतिपक्ष. और वो नेता प्रतिपक्ष क्योंकि इस सदन में खड़े होके सच बोल देते हैं, बेझिझक बोल देते हैं. धन्यवाद मैडम, धन्यवाद. आप अपनी बात रखिए. इनसे सर तारीफ की. I gave her the opportunity. Yes. वो सच्चाई जो है जो वो बोलते हैं इनसे पचती ही नहीं है. इन्हें पचती नहीं है. धन्यवाद मैडम. माननीय श्री राजीव राय. धन्यवाद.